ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബസ്സിൽ 20ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. ആളപായമില്ല. കുഴപ്പമില്ല. വിവരങ്ങളുമായി ആറ്റിങ്ങലിൽ നിന്ന് എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വലിയൊരു ദുരന്തം ഒഴിവായി എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം? യാത്രക്കാരുണ്ടായിരുന്നു, അവരെ ഇറക്കി. ഈ തീപിടുത്തത്തിന്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടോ? എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ്. ആറ്റിങ്ങൽ KSRTC ഡിപ്പോയിൽ കയറിയതിനു ശേഷം ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ബസിന്റെ പിൻചക്രങ്ങളിൽ തീ പടരുകയായിരുന്നു. ആദ്യം പുക പടരുന്നത് കണ്ടതോടുകൂടി ഡ്രൈവർ ബസ് നിർത്തുകയും യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. ഏകദേശം 30ഓളം യാത്രക്കാരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ സുരക്ഷിതരായി പുറത്തിറക്കിയ ഉടൻ തന്നെ ബസ് പൂർണ്ണമായും അഗ്നിക്കിരയാവുകയായിരുന്നു. ഉടൻ തന്നെ ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എന്തായാലും ഈ യാത്രക്കാരെ പുറത്തിറക്കാൻ കഴിഞ്ഞതും അത് സമയബന്ധിതമായി പുറത്തിറക്കാൻ കഴിഞ്ഞത് വലിയ ഒരു ദുരന്തമാണ് ഒഴിവാക്കിയത്. ശ്രീജ, ഈ പുക ഉയർന്നപ്പോൾ തന്നെ യാത്രക്കാര് ഇറങ്ങുകയായിരുന്നു. എങ്ങനെയാണ് ഇത് ആരുടെ ശ്രദ്ധയിലാണ് പെട്ടത്? എങ്ങനെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടന്നത്? ബസിന്റെ പിന്നിൽ നിന്നും പുക ഉയരുന്നത് യാത്രക്കാരാണ് ആദ്യം ബഹളം വെച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉടൻ തന്നെ ബസ് ഡ്രൈവർ ബസ് നിർത്തി ആണ് ഈ യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കിയത്. യാത്രക്കാരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയ ഉടൻ തന്നെ ബസിനകത്ത് തീ ആളിപ്പടരുകയായിരുന്നു. അതിനുശേഷമാണ് ആ സമയം ഈ രാവിലെ 6 മണിയായതിനാൽ തന്നെ റോഡിൽ തിരക്ക് കുറവായിരുന്നു. ഒരു ഒഴിഞ്ഞ പ്രദേശം കൂടിയായിരുന്നു. പിന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചാണ് ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്താനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചത്. ഫയർഫോഴ്സ് തന്നെയാണ് തീ കെടുത്തിയത്. ഈ യാത്രക്കാർക്കാർക്കും തന്നെ ഒരു തരത്തിലുള്ള പരിക്കും അതുകൊണ്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അഭിലാഷ്, നമ്മൾ ഈ കാറിനൊക്കെ തീ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു KSRTC ബസ് ഇങ്ങനെ തീ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെയൊക്കെ ഓർമ്മയിൽ ദൃശ്യങ്ങളിൽ അങ്ങനെ ഒന്ന് കാണുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ തീ പിടിക്കാൻ എന്താണ് കാരണം? ആ രീതിയിൽ എന്തെങ്കിലും ഒരു നിഗമനമുണ്ടോ പ്രാഥമികമായി? പ്രാഥമികമായി ഫയർഫോഴ്സ് പറയുന്നത് ഇതിന്റെ ബാക്ക് ഭാഗത്തെ ചക്രങ്ങൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കും. അതായത് 4 ചക്രങ്ങൾ ഉള്ളതിൽ ഏതെങ്കിലും ഒന്ന് കാറ്റ് കുറയുകയോ മറ്റേ ചെയ്ത് ഇത് അമിതമായി ചൂടായാണ് ഈ തീപിടുത്തത്തിലേക്ക് കടന്നിട്ടുള്ളതെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഈ ബസ് ഏകദേശം പൂർണ്ണമായും കത്തിയ സാഹചര്യത്തിൽ ഈ തീ പടർന്നു പിടിച്ചത് ഇവിടെ നിന്നാണെന്നതുകൊണ്ട് ഇത് തന്നെയാണ് കാരണമെന്ന് തന്നെയാണ് KSRTC അധികൃതർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ ടയറിൽ നിന്നുള്ള കർഷണം മൂലമുള്ള അമിതമായ ചൂട് അത് തീ പടർന്നു പിടിക്കാൻ കാരണമാക്കി എന്ന് തന്നെയാണ് പറയുന്നത്. ശരി, എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ മാമത്ത് വെച്ചാണ് KSRTCയുടെ ഏറ്റവും പുതിയ ബസ്സുകളിലൊന്നാണ് സ്വിഫ്റ്റ് ബസ്സിന് പൂർണ്ണമായും തീപിടിച്ച് കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായത്. യാത്രക്കാരുണ്ടായിരുന്നു, പക്ഷേ പുക ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ മുഴുവൻ ഇറക്കി. അവരെല്ലാം സുരക്ഷിതരാണ്. തുടർന്ന് ബസ് പൂർണ്ണമായും തീപിടിക്കുകയായിരുന്നു. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു. 5.5 വയസ്സുകാരി സിയ ഫാരിസാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ ഏൽക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം കബറടക്കി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, പെരുന്നാളിന്റെ സമയത്ത് ഈ തെരുവുനായയുടെ ആക്രമണമേറ്റൊരു കുഞ്ഞാണ്. അത് ഇത്രയും നാൾ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് തന്നെ കരുതിയെങ്കിലും വളരെ ദാരുണമായൊരു അന്ത്യം സംഭവിക്കുകയായിരുന്നു. എപ്പോഴായിരുന്നു ഖബറടക്കം? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ?
ശ്രീജ, തീർച്ചയായും പെരുന്നാളിന് 2 നാൾ മുമ്പാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു അപകടം പറ്റുന്നത്. വീടിനടുത്തുള്ള കടയിലേക്ക് മിഠായി വാങ്ങാൻ പോകുന്ന വഴി അവിടെ നിന്നും മടങ്ങുമ്പോൾ തെരുവ് നായ ആക്രമിക്കുകയായിരുന്നു. മറ്റൊരു കുട്ടിയും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടെങ്കിലും ഈ 5.5 വയസ്സുള്ള കുഞ്ഞിന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഇതേ തുടർന്ന് തലയിലും കാലിലുമായാണ് വലിയ രീതിയിലുള്ള പരുക്കേറ്റത്. കാലിലെ പരുക്കൊക്കെ പിന്നീട് ഭേദമായെങ്കിലും തലയിലേറ്റ പരുക്കാണ് പിന്നീട് മരണകാരണമായി മാറിയത്. അല്ലെങ്കിൽ ആ പരുക്കിലൂടെ വൈറസ് ബാധ തലച്ചോറിലേക്ക് കടന്നതാണ് ഈ മരണത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടാവാൻ കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ കുട്ടിക്ക് നായയുടെ കടിയേറ്റ അന്ന് തന്നെ തിരൂരങ്ങാടിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. വാക്സിൻ എടുത്തിരുന്നു, ആൻറ്റിറാബിസ് വാക്സിൻ എടുത്തു. അതിനുശേഷം മുറിവുകൾ മാരകമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നീട് ശസ്ത്രക്രിയ അടക്കമുള്ളവ നടത്തി. കാലിൻ്റെ പരുക്കുകളിലൊക്കെ ചികിത്സ നടത്തി. തലയിലും മറ്റുമൊക്കെ തുന്നലൊക്കെ ഇട്ട് എല്ലാ ചികിത്സയും നൽകിയാണ് വിട്ടത്. പക്ഷേ അതിനുശേഷം ഈ മുറിവുകൾ ഉണങ്ങി കുട്ടി സാധാരണ നിലയിലേക്ക് എത്തി. മറ്റു പ്രകടമായ യാതൊരു ലക്ഷണങ്ങളുമില്ലാതെ ഇരിക്കുകയായിരുന്നു. അയൽപക്കത്ത് കുട്ടികളോടൊപ്പം കളിക്കാനൊക്കെ പോയി വീണ്ടും ജീവിതത്തിൽ സജീവമായി കുട്ടി ഏർപ്പെടുന്നതിനിടയിലാണ് ഏതാണ്ട് 6 ദിവസം മുമ്പ് കുട്ടിക്ക് വലിയ പനിയുണ്ടായത്. പനിയെ തുടർന്ന് ശരീരമാസകലം വിറയ്ക്കുകയും മറ്റ് ചില രോഗലക്ഷണങ്ങൾ കൂടിയൊക്കെ പ്രകടമാവുകയും ചെയ്തു. ഇതേ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യനില ഏതാണ്ട് വഷളായി കഴിഞ്ഞിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിക്ക് പേവിഷം ബാധ ഏറ്റിരിക്കുന്നുവെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ ലാബിൽ നിന്നും പരിശോധനാ ഫലം ലഭിക്കുകയുണ്ടായി. ഇതിനുശേഷം ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയും വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിൻ്റെ ജീവൻ നിലനിർത്തുകയും ചെയ്തത്. ഇന്നലെയൊക്കെ ആ കുട്ടി അങ്ങേയറ്റം മോശമായ അവസ്ഥയിലേക്ക് പോവുകയും കുട്ടിയുടെ പിതാവടക്കം നമ്മോടൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കുട്ടിയുടെ മരണം ഉണ്ടായത്. തുടർന്ന് 1:45 മലപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും രാവിലെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്നലെ തന്നെ വിശദീകരിച്ചത് ഈ തലയ്ക്ക് കടിയേറ്റതിനാൽ ഈ തലച്ചോറിലേക്ക് വളരെ പെട്ടെന്ന് വൈറസ് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ വൈറസ് ബാധ തലച്ചോറിലേക്ക് എത്തിയാൽ പിന്നീട് ഈ ആൻറ്റിറാബിസ് വാക്സിൻ കുത്തിവെച്ചാലും ഫലപ്രാപ്തിയിൽ കുറവുണ്ടാകും. ഒപ്പം ശരീരത്തിൻ്റെ മറ്റ് താഴെഭാഗങ്ങളിലോ അല്ലെങ്കിൽ കൈകാലുകളിലൊക്കെ ആണെങ്കിൽ ഈ തലച്ചോറിലേക്ക് ഈ നാഡീവ്യൂഹത്തിലേക്ക് ഈ പേവിഷബാധ എത്താൻ സമയമെടുക്കും. പക്ഷേ ഇവിടെ ഈ വിഷബാധ പെട്ടെന്ന് തലച്ചോറിലേക്ക് എത്തിയതാണ് അപകട കാരണമായി മാറിയത്. ഈ ആദ്യഘട്ടത്തിലൊരു ഭേദമാകൽ എന്നൊരു പ്രതീതി ഉണ്ടായെങ്കിലും ശരീരത്തിൽ ഈ പേവിഷബാധ ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. വൈറസ് ബാധ ശരീരത്തിലേക്ക് സാവധാനം പരന്നു തുടങ്ങിയിരുന്നു തലച്ചോറിൽ നിന്നും നാഡീവ്യൂഹം വഴി. അതുകൊണ്ടാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വന്നതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. മറ്റ് ഈ ആൻറ്റിറാബിസ് വാക്സിൻ്റെ ഫലപ്രാപ്തി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പലപ്പോഴും ഈ ആദ്യ മണിക്കൂറുകളിൽ കൃത്യമായി എടുത്താൽ ഈ ആൻറ്റിറാബിസ് ഫലപ്രദമായി തന്നെ ആണ് കാണപ്പെടുന്നത്. അപൂർവമായി മാത്രമാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ആളുകൾക്ക് ഈ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് 10:30 മെഡിക്കൽ കോളേജ് അധികൃതർ ഔദ്യോഗികമായി തന്നെ അവരുടെ വിശദീകരണം നൽകുന്നതിനായി ഒരു വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. റാപ്പർ വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ FIR വിവരങ്ങൾ ന്യൂസ് 18. കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത്. ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്നാണ് ഇവർ കഞ്ചാവ് വാങ്ങിയത്. ലഹരി ഉപയോഗം, ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തി വേടനെ 2ാം പ്രതിയാക്കിയാണ് പോലീസിന്റെ FIR. അതിനിടെ പുലിപ്പല്ല് സമ്മാനിച്ചത് രഞ്ജിത്ത് എന്നയാളെന്നാണ് വേടൻ മൊഴി നൽകിയിരിക്കുന്നത്. കോടനാട്ടെ വനം വകുപ്പിന്റെ ഓഫീസിലെത്തിച്ച് വേടനെ ഉച്ചയ്ക്ക് ശേഷം പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. കേസ് കോടതിയിൽ തെളിയിക്കണമെന്നും നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, 2 തരത്തിലാണ് ഇപ്പോൾ വേടനെതിരെ കേസുകൾ വന്നിരിക്കുന്നത്. ഒന്ന് കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിലാണ്. ആ സംഭവത്തിൽ എന്തൊക്കെയാണ് ഈ FIR-ൽ പറയുന്നത്? ശ്രീജ, കഞ്ചാവ് ഉപയോഗം സംബന്ധിയായ കേസിൽ റാപ്പർ വേടനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ അളവിൽ കുറവായ കഞ്ചാവ് കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഇവർക്ക് ജാമ്യം അനുവദിക്കേണ്ടി വന്നത്. ആ സാഹചര്യം ഉണ്ടായത്. പക്ഷേ വീണ്ടും കുരുക്കാവുന്നത് ഈ പുലിപ്പല്ല കൊണ്ടുള്ളൊരു ലോക്കറ്റ് വേടൻ്റെ മാലിൽ കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എൻ്റെ FIR വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ വ്യക്തമായും പറയുന്നത് ഇവർ കൂടിയിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടേക്ക് പോലീസ് പാർട്ടി രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് ചെല്ലുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ഫ്ലാറ്റ് പരിസരമെല്ലാം തന്നെ
പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇവിടെ കുറേ യുവാക്കളുണ്ട്, അവരിൽ ഈ രീതിയിൽ കഞ്ചാവ് ഉപയോഗവും മറ്റും നടക്കുന്നതായിട്ട് സംശയങ്ങളും കാര്യങ്ങളുമുണ്ട്. അത് ലഭിക്കുന്നത് ഈ കഞ്ചാവ് വിതരണം ചെയ്യുന്നവരിൽ നിന്ന് തന്നെയാണ്. ഇവിടേക്ക് ഇങ്ങനെ ഈ ഫ്ലാറ്റിലുള്ളവർ ഉപയോഗിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്, പലപ്പോഴും അവർ വാങ്ങുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. തുടർന്നാണ് പോലീസിന്റെ നിരീക്ഷണത്തിലേക്ക് അടക്കം കാര്യങ്ങൾ വരികയും ചെയ്യുന്നത്. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ പരിശോധന നടത്തുന്നത്. പോലീസ് പാർട്ടി എത്തി അവിടെ മുറി തുറക്കുമ്പോൾ ഈ മുറിക്കകം നിറയെ ഈ കഞ്ചാവ് പുക നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നുവെന്ന് എഫ്ഐആറിലടക്കം പറയുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്ന ടീപ്പോയിൽ ഒരു ഗ്ലാസ് ചെയ്ത ടീപ്പോയിലടക്കം ഇതിൻ്റെ ആശ്രയിലും ഇങ്ങനെ ഇതെല്ലാം തന്നെ കാണപ്പെട്ടു. അവർ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് 2 പാക്കറ്റ് വാങ്ങിച്ചിരുന്നു. 2 പാക്കറ്റ് തൃശ്ശൂർ സ്വദേശി ആഷിഖിൽ നിന്ന് 2 പാക്കറ്റ് വാങ്ങിച്ചു, 1 പാക്കറ്റ് ഉപയോഗിച്ചു, മറ്റൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലും ഈ വേടൻ സമ്മതിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ ഈ കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഈ വനം വകുപ്പിൻ്റെ കേസിലേക്കടക്കം കാര്യങ്ങൾ വരുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും അവരോട് ഈ ലോക്കറ്റ് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും പോലീസ് ചെയ്തിരുന്നു. ഇതിനുശേഷമുള്ള വനം വകുപ്പിൻ്റെ അടക്കമുള്ള പരിശോധനയിലാണ് ഇത് പുലിയുടെ പല്ലാണ് എന്നതടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ലോക്കറ്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് തായ്ലാൻഡിൽ നിന്ന് ലഭിച്ചതാണെന്നാണ്. പിന്നീട് ചോദ്യം ചെയ്യൽ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്ത് ആരാധകനാണ് ഇത് സമ്മാനിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതേക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ വേടൻ ചോദ്യം ചെയ്യൽ വനം വകുപ്പിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പ് തീരുമാനിക്കുന്നത്. അത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇത് ആരെങ്കിലും സമ്മാനമായി നൽകിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഇയാൾ തെളിയിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കർശനമായ നടപടികളിലേക്ക് തന്നെ പോകാനാണ് വനം വകുപ്പും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഉച്ചയോടുകൂടി ഹാജരാക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ കൈവശം എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്പോൾ ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി ആലപ്പുഴയിലേക്ക് വന്നാൽ അവിടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് ജേതാവ് ജിൻഡോ, സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷി എന്നിവരെ ഇന്ന് ചോദ്യം ചെയ്യും. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലിമ സുൽത്താനുമായി ഇരുവർക്കുമുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ വിളിച്ചു വരുത്തിയ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കേസിൽ നിലവിൽ ഇരുവർക്കും ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഇന്ന് ജിൻഡോയും ഒപ്പം ഈ ജോഷിയും അവരെപ്പോഴാവും ഹാജരാവുക? 10 മണിക്ക് ഹാജരാകാനാണ് ശ്രീജ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 5 പേർക്കാണ് ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നതിന് വേണ്ടി എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നത്. അതിൽ ശ്രീനാഥ് ഫാസിയും ഷൈൻടോൺ ചാക്കോയും സൗമ്യയും ഇന്നലെ ഹാജരായിരുന്നു. ഇന്ന് ഇപ്പോൾ ബിഗ് ബോസ് ജേതാവ് ജിൻഡോ, ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ ഒരു നിർമ്മാണ സഹായിയായ ജോഷി എന്നിവരാണ് ഹാജരാവുക. ഇവരോട് 10 മണിക്ക് എക്സൈസ് ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ 10 മണിക്കൂറിന് മേൽ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ചോദ്യം ചെയ്യലായിരുന്നു ചലച്ചിത്ര താരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ ചോദ്യം ചെയ്യൽ തന്നെ പൂർണ്ണമായ ഒരു കേസിൽ സംശയ ദൂരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എങ്കിൽ പോലും ഈ ഒരു സമയത്ത്, അതായത് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ പിടിക്കപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഷൈൻടോൺ ചാക്കോയ്ക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് ഫാസിക്കോ നിലവിൽ ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് 2 പേരും എക്സൈസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാസലഹരിയാണ് താൻ ഉപയോഗിക്കുന്നതെന്ന് ഷൈൻടോൺ ചാക്കോയും ഒപ്പം ഈ ശ്രീനാഥ് ഫാസി കഞ്ചാവ് ഉപയോഗമുണ്ട് എന്നുള്ള വിവരവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൗമ്യയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും ഇന്നലെ ശ്രീനാഥ് ഫാസിയുടെ ഭാഗത്തു നിന്ന് എക്സൈസിനോട് ഉണ്ടായിട്ടുണ്ട്, മൊഴിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഒരു കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്നത് പെൺവാണിഭ ഇടപാടുകൾ കൂടി ഉള്ള ആളുകളാണ് ഈ തസ്ലീമയും സൗമ്യയും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും സൗമ്യയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കണക്ട് ചെയ്തായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. അപ്പോൾ ഇവര് ഈ പണം കൈമാറിയത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് പെൺവാണിഭ ഇടപാടുകൾക്കാണ് എന്നുള്ളതാണ്. അത് ലഹരി സംബന്ധിച്ചല്ല, മറിച്ച് 35,000 മുതൽ 25,000 രൂപ വരെ പെൺവാണിഭ ഇടപാടുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ
ചില ചെറിയ എമൗണ്ടുകൾ വന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ എമൗണ്ട് ഇതിന് കമ്മീഷനായി തങ്ങൾക്ക് ലഭിച്ചതാണ് എന്നുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ലഹരി ഇടപാടാണോ അതോ പെൺവാണിഭ ഇടപാടിൽ കിട്ടിയ പണമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് എക്സൈസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ തമ്മിലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസ് 2 നടന്മാരുമായി സൗമ്യയ്ക്കും തസ്ലീമയ്ക്കും ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ഇവർ തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുമുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ രീതിയിൽ ലഹരി വിറ്റതിനാണോ എന്നുള്ള തെളിയിക്കാനുള്ള നിലവിൽ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷെ കൂടുതൽ അന്വേഷണം ഇതിനകത്ത് നടക്കും എന്നുള്ളതാണ് എക്സൈസ് വിശദമാക്കുന്നത്. നിലവിൽ ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ സംശയ ദൂരീകരണം ഇനിയും നടത്താനുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ മറ്റെന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാനായി വിളിക്കും എന്നുള്ള സ്ഥിരീകരണവും എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ട്. സൗമ്യയോട് വീണ്ടും ഹാജരാകണം എന്നുള്ള നിർദ്ദേശം നൽകി തന്നെയാണ് എക്സൈസ് ഇവരെ ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജിൻഡോയുമായി ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളത് എക്സൈസിൽ ലഭ്യമായിട്ടുണ്ട്. എന്തിനാണ് ഈ പണം അയച്ചു നൽകിയത്, അത്തരം ഇടപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് വിശദീകരിക്കേണ്ടതും ജിൻഡോ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. അതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് എക്സൈസ് നീങ്ങുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ ലഹരി എത്തിച്ചു നൽകുന്ന ഏജന്റുമാർ അവിടെ ഉണ്ട് എന്നുള്ളത്. ഷൈനെ മാത്രമല്ല ഇന്നലെ ചോദ്യം ചെയ്തത്, ഷൈനോടൊപ്പം ഈ സിനിമാ സെറ്റിൽ ഷൈന് ഈ ലഹരി എത്തിച്ചു നൽകിയ ആളെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഏജന്റുമാർ അടക്കമുള്ള ആളുകൾ, ഇവരുടെ സഹായികളായി നിൽക്കുന്ന ആളുകൾക്കാണ് ഈ ലഹരി കൈമാറിയിട്ടുള്ളത്. ശ്രീനാഥ് ഫാസി തൃശ്ശൂരിൽ നിന്ന് വാങ്ങി എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എക്സൈസിന് നൽകിയിട്ടുള്ളത്. ശ്രീജ. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഭീകരർക്കായി തെരച്ചിൽ. പഹൽഗാമിൽ ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് NIA. നിർണായക സാക്ഷിയെ ബൈസരണിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സാംബ കഠ്വ അതിർത്തിയിലൂടെ 1.5 വർഷം മുൻപ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയെന്നാണ് വിവരം. ഇപ്പോൾ ഇവർ അനന്ത്നാഗ് മലനിരകളിൽ ഉണ്ടെന്നാണ് നിഗമനം. അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ വിഷയം ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് തുറന്നടിച്ചു. The whole world has heard Pakistan's Defence Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. The world can no longer turn a blind eye. I have nothing further to add. Thank you. നിയന്ത്രണ രേഖയിൽ 5ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാകേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UN-ൽ ഇന്ത്യ നൽകിയ മറുപടിയാണ്.
പലതവണ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പരാമർശങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. എന്താണ് ഇന്ത്യയുടെ മറുപടിയിലൂടെ ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുള്ള സന്ദേശം? ശ്രീജ, ഐക്യരാഷ്ട്രസഭയിലേതായാലും പഹൽഗാം ആക്രമണം ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ്. യോജന പട്ടേലാണ് ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം യോജന പട്ടേൽ പ്രധാനമായും പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം വിശദീകരിച്ചത്. കാരണം 5 ദിവസം മുമ്പാണ് ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതായത് 30 വർഷമായി അമേരിക്കയ്ക്ക് ആയി സഹായം നൽകുന്നു, മാത്രമല്ല ഭീകരരെ പിന്തുണച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഒരു പാക് മാധ്യമത്തിലൂടെയായിരുന്നു ആ പ്രതികരണം നടത്തിയത്. അപ്പോൾ അത്തരമൊരു പ്രതികരണം ഇപ്പോൾ ഏതായാലും ഇന്ത്യ അവിടെ UN-ൽ ഉന്നയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ പ്രസ്താവനയിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്ന് തന്നെയാണ് യോജന പട്ടേൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ആഗോള തലത്തിൽ തന്നെ ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയാകട്ടെ ഇത്തരം ഭീകരാക്രമണങ്ങൾക്ക് നിരന്തരം വേദിയാകുന്നു എന്ന പ്രസ്താവന കൂടി ഇപ്പോൾ യോജന പട്ടേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. അങ്ങനെ UN-ൽ ഏതായാലും ഈ വിഷയം ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ്. പക്ഷെ മറുവശത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബാരാമുള്ള സെക്ടറിൽ ഇന്നും വെടിനിർത്തൽ കരാർ ലംഘനം പാക് സൈന്യം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ 13 തവണയാണ് ഈ മാസം മാത്രം പാകിസ്ഥാൻ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുള്ളത്. ഇത് 2021 ശേഷമുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലാണ്. കാരണം പുൽവാമയ്ക്ക് ശേഷം 2021 വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിന്റെ ഒപ്പുവെച്ചിരുന്നു ഇരു രാഷ്ട്രങ്ങളും. അതിനുശേഷമുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നിരക്കാണത്. അങ്ങനെ അതിർത്തിയിലെ സാഹചര്യം സങ്കീർണമായി തന്നെ തുടരുകയും ചെയ്യുന്നു. ഏതായാലും കേസ് അന്വേഷണം ഒരു വശത്ത് തുടരുന്നുണ്ട്. NIA അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. നിർണായക സാക്ഷികളുടെ മൊഴികൾ ഇതിനോടകം തന്നെ NIA രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇയാളെ ബൈസാരനിൽ എത്തിച്ച് ഈ രംഗങ്ങൾ പുനരാവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ NIAയോട് പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണ സമയത്ത് 1 മണിക്കൂർ നേരം മരത്തിൽ ഒളിച്ചാണ് ഭീകരരിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇയാളുടെ മൊബൈലുകൾ ശേഖരിച്ചിട്ടുണ്ട്. മൊബൈലിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ NIA സംഘം പരിശോധിച്ച് വരികയാണ്. സാധാരണ മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ പലരും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തിയിട്ടുണ്ട്. ഭീകരരുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ മൊബൈലിൽ പതിഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ NIA ഈ ഘട്ടത്തിൽ പരിശോധിച്ച് വരികയാണ്. ഒപ്പം അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഈ ഭീകരർ അതിർത്തി മറികടന്നത് 1.5 വർഷം മുമ്പാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് സാംബ അതിർത്തിയിലൂടെ, കട്ടുവ അതിർത്തിയിലൂടെയാണ് ഇവർ മറികടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ഈ വനത്തിൽ ഒളിക്കുകയായിരുന്നു. ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്ന 2 പാകിസ്ഥാൻ പൗരന്മാരുടെ പേരുകൾ കൂടി ഈ ഘട്ടത്തിൽ കൂടുതൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതിലൊന്ന് മൂസയാണ്. മൂസ നേരത്തെ സോൻമാർഗിൽ ടണൽ ആക്രമിച്ച കേസിലെ നിർണായക പങ്ക് വഹിച്ചു എന്നുകൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഈ ആക്രമണത്തിൽ 7 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. മറ്റൊരാൾ അലിബായ് ആണ്. അലിബായ് എന്ന് വിളിക്കുന്ന തൽഹ ആണ് മറ്റൊരാൾ. ഇങ്ങനെ 2 പേരുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും പുറത്തു വന്നിട്ടുണ്ട്. ശ്രീജ, ഇതിനിടെ രാകേഷ് 5-ാം ദിവസവും തുടർച്ചയായ 5-ാം ദിവസവും ഈ അതിർത്തിയിൽ പ്രകോപനങ്ങൾ തുടരുന്നതിന്റെ വാർത്തകൾ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ ശക്തമായി സൈന്യം തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ബാരാമുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഈ സംഭവത്തിന് ശേഷം ഈ അതിർത്തി കൂടുതൽ സങ്കീർണമായി തുടരുകയാണ്. 5 ദിവസവും തുടർച്ചയായ 5-ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് പുലർച്ചെ വരെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. മറ്റ് തരത്തിലുള്ള സൈനികർക്ക് പരിക്കേൽക്കുകയോ അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ കാണുന്നുണ്ട്, പ്രതിരോധ മന്ത്രാലയം കാണുന്നുണ്ട്. കാരണം 2021 ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത്. അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നിരക്കാണിത്. അതായത് ഇന്നലെ ഉണ്ടായ ആക്രമണം കൂടി കണക്കെടുക്കുകയാണെങ്കിൽ 13 തവണയാണ് ഈ മാസം മാത്രം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്. ഇന്ന് ഏതായാലും കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരുന്നുണ്ട്. 11 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ, സൈനിക നടപടി അടക്കം ചർച്ചയ്ക്ക് വരും. ശ്രീജ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാനഡയിൽ ആരധികാരത്തിൽ വരുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആദ്യഘട്ടത്തിൽ ഭരണകക്ഷിയായ
ലിബറൽ പാർട്ടിക്ക് മുൻതൂക്കം, ലിബറൽ പാർട്ടി ജയിച്ചു എന്ന രീതിയിലുള്ള സൂചനകളുമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും ഒപ്പത്തിനൊപ്പമുണ്ട്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ആദ്യഘട്ടത്തിൽ ലിബറൽ പാർട്ടി മുന്നിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാനഡയ്ക്ക്. ഇപ്പോൾ ഭരണപക്ഷം തന്നെയാണ്, കാർണി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ആദ്യഘട്ടത്തിലെ ഫലങ്ങൾ വരുമ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ പൂർണ്ണമായ ഒരു വിവരം വരാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാനഡയ്ക്ക്. ഇത്തവണ ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഈ കാർണിയെ സംബന്ധിച്ച് ട്രംപിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച് നിലപാട് പറഞ്ഞ ഒരാൾ കൂടിയായിരുന്നു ട്രംപ്. കാരണം ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഈ കാനഡയെ പുതിയൊരു സംസ്ഥാനമാക്കി, യുഎസിന്റെ പുതിയൊരു സംസ്ഥാനമാക്കി കൊണ്ടുവരുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ അതിനെതിരെ ട്രംപിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചും കടുത്ത നിലപാട് സ്വീകരിച്ചും ഈ കാർണി നിലകൊണ്ടു. ഒപ്പം തന്നെ ഈ താരിഫ് നയങ്ങളെ അതിശക്തമായി തന്നെ എതിർത്ത ഒരാൾ കൂടിയാണ് കാർണി. ഇതുകൊണ്ട് തന്നെ കാർണിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. ഒപ്പം തന്നെ ഈ കാർണി തന്നെ ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന തരത്തിൽ നേരത്തെ തന്നെ സർവേ ഫലങ്ങളും പുറത്തു വന്നതാണ്. ഇത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഫലങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ സ്വീകരിച്ച ഒരു ഇന്ത്യക്ക് എതിരെ ആയുള്ള ഒരു നിലപാടുകൾ, അല്ലെങ്കിൽ ഈ ഖലിസ്ഥാൻ വാദികളുടെ കാര്യത്തിലടക്കം ഇന്ത്യക്കെതിരെ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച ഒരു ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിച്ച ആളായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ജനരോഷവും ഒക്കെ കാനഡയിൽ തന്നെ ഉണ്ടായിരുന്നതുമാണ്. എന്നാൽ ആ മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് ശേഷം പിന്നീട് കാർണി അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് കാർണി പ്രതികരിച്ചതിലടക്കം ഇന്ത്യയുമായി വളരെ അടുത്തൊരു ബന്ധം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചന കൂടി കാർണി പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം നയതന്ത്ര ബന്ധത്തിൽ അടക്കം ഇന്ത്യയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കേണ്ടത് കാനഡയുടെ ആവശ്യമാണ്. അതങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് കൂടി കാർണി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രവുമല്ല, ഈ ട്രംപിന്റെ കാര്യം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഈ താരിഫ് നയങ്ങൾ ലോകരാജ്യങ്ങൾ ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ലോകരാജ്യങ്ങൾ ഒന്നാകെ ട്രംപിനെതിരെ സംസാരിക്കുന്ന, ഈ താരിഫിനെതിരെ സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ കൃത്യമായി അക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞുകൊണ്ടുവരുന്ന, അക്കാര്യം ഇലക്ഷനിലടക്കം കാട്ടുന്ന ഒരു നേതാവ്, അദ്ദേഹം ജനപിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും. ശ്രീജ, ശരി. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മാർക്ക് കാർണി നയിക്കുന്ന ലിബറൽ പാർട്ടി തന്നെ തിരികെ അധികാരത്തിലെത്താനാണ്. അവർക്ക് ഭൂരിപക്ഷം കിട്ടുമോ ഇല്ലയോ എന്നതിലപ്പുറത്തേക്ക് കാർണി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ തന്നെ, ലിബറൽ പാർട്ടി സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നതാണ് ഈ ഘട്ടത്തിലും വരുന്ന സൂചനകൾ. വിവരങ്ങളാണ് ഷംന നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും.
ഉൾപ്പെടെയുള്ളവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാളയത്തിലെത്തിയേക്കുമെന്ന് സൂചന. കോൺഗ്രസ് നേതൃത്വവുമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായതാണ് വിവരം. മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പ് തുടരുന്നതിനിടെയാണ് അൻവറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നിർണായക ചർച്ചകൾ അതീവ രഹസ്യമായി പുരോഗമിക്കുന്നത്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ കോൺഗ്രസ് നേതൃത്വം PV അൻവറിനെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരെയും ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് വഴി തുറന്നത്. തൃണമൂൽ കോൺഗ്രസിലെ PV അൻവറിന്റെ വിശ്വസ്തർ ഒഴികെയുള്ളവർ TMC ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് പ്രവേശനത്തോട് കടുത്ത വിയോജിപ്പ് ആദ്യം തന്നെ അറിയിച്ചിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തലയും PV അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ രാഷ്ട്രീയ നീക്കത്തിന് സാധ്യത തെളിഞ്ഞത്. കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ UDF-ലെ പ്രധാന ഘടകകക്ഷി നേതാക്കളുമായി വസതികളിലെത്തി അൻവർ നടത്തിയ കൂടിക്കാഴ്ച തന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയെന്നാണ് വിവരം. അതേസമയം മലപ്പുറത്തു നിന്നുള്ള KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് അറിയിച്ചതായാണ് സൂചന. BJP പാളയത്തിൽ നിന്ന് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം നൽകിയതിന് സമാനമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സാന്നിധ്യം കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരുമെന്ന വിലയിരുത്തലിലാണ് മുതിർന്ന നേതാക്കൾ. 2-ാം തീയതി ചേരുന്ന UDF യോഗത്തിന് പിന്നാലെ അൻവർ വിഷയത്തിലെ പൊളിറ്റിക്കൽ സസ്പെൻസിനും അവസാനമായേക്കും. അതേസമയം നിലമ്പൂർ സ്ഥാനാർത്ഥിത്വത്തിനായി VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും കടുംപിടുത്തം തുടരുന്നതിനിടെ PV അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം അപ്രതീക്ഷിത നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന അഭ്യൂഹവും ഏറുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷാജി എൻ കരുണിന്റെ വസതിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. 10:30 അദ്ദേഹത്തിൻ്റെ ഏറെ നാളായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന കലാഭവനിലേക്ക് KSFDC ആസ്ഥാനമായ കലാഭവനിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, തലസ്ഥാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം. എത്രയോ കാലങ്ങളായി അവിടേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം പൊതുദർശനം തുടങ്ങുമെന്ന് അറിയുന്നു. എങ്ങനെയാണ് തലസ്ഥാനം അദ്ദേഹത്തിന് വിട നൽകുന്നത്? ശ്രീജ, മലയാളികളുടെ എക്കാലത്തെ അഭിമാനമായ ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു ആദരം തലസ്ഥാനത്തിന്റെ സാംസ്കാരിക ലോകം നൽകും. ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. നമുക്കറിയാം, നേരത്തെ തന്നെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. 10:00 ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കർമ്മമേഖലയായ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് കലാഭവനിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും കേരളത്തിലെ മലയാള സിനിമയ്ക്കും അമൂല്യങ്ങളായ സംഭാവന ചെയ്ത സംവിധായകനും ഛായാഗ്രഹകനുമായിരുന്നു ഷാജി സാർ. ഏതാണ്ട് 40-ൽ പരം ചിത്രങ്ങൾ, അതില് പിറവി മുതൽ ഏതാണ്ട് 4-5 സിനിമ ലോകപ്രസിദ്ധി ആർജിച്ച തരത്തിലേക്ക് കേരളത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സിനിമകളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. സിനിമാ സംവിധായകൻ, ഛായാഗ്രഹകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഭരണാധികാരിയായിരുന്നത്. ഇപ്പൊ ഇവിടെ ഏറ്റവും അവസാനം 2 പ്രധാനപ്പെട്ട ചുമതല അത് നിർവഹിക്കുന്നുണ്ട്. ഒന്ന്, KSFDC ചെയർമാൻ. 4 വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളെന്ന നിലയിൽ KSFDCയെ ഇന്ന് ഈ നിലയിലേക്ക് മാറ്റുന്ന വലിയൊരു പങ്കാണ് അത് നിർവഹിച്ചത്. നിലവിലുള്ള തിയേറ്ററുകളെല്ലാം നവീകരിച്ചു, ആധുനീകരിച്ചു. പുതിയ ധാരാളം തിയേറ്ററുകൾ.
150 കോടിയുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അതിന്റെ നവീകരണം അതിൽ ആദ്യഘട്ടം പൂർത്തീകരിക്കുകയാണ്. KSFDC അതുവഴി സിനിമയ്ക്ക് ഉണ്ടാകേണ്ട വളർച്ച എന്തെല്ലാമാണെന്ന് കൃത്യമായി വിലയിരുത്തിയ ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം, ഈ സിനിമ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു പ്രദർശനം കേരളത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അതിന് അംഗീകാരം കൊടുത്തു. അങ്ങനെ ഒരു പ്രദർശനം നടന്നപ്പോൾ ലോകത്തിൽ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക ക്യാമറ മുതൽ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും തിരുവനന്തപുരത്ത് ഒരുക്കി. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ നടന്നിട്ടില്ല. ഒരുക്കിയെന്ന് മാത്രമല്ല, നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ എല്ലാ ആളുകൾക്കും വലിയ തരത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പ്രദർശനമുണ്ട്. ഇപ്പോൾ സിനിമ പോളിസി അതിന്റെ ചെയർമാനാണ് ഷൈസാബ്. സത്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. കാരണം ഈ വരുന്ന മാസങ്ങളിൽ, തൊട്ടടുത്ത മാസങ്ങളിൽ അദ്ദേഹം തയ്യാറാക്കിയ സിനിമാ പോളിസി കോൺക്ലേവിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ്. അതിൽ തന്നെ ഒരു പ്രത്യേകത കാണേണ്ടത്, ഏത് കാര്യത്തിനും 100% പെർഫെക്ഷനാണ്. തിയേറ്റർ നവീകരിച്ചാൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള നവീകരണ സംവിധാനം, ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നിർമ്മാണം ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ. ഇപ്പൊ തന്നെ ഈ പോളിസി തയ്യാറാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുമായ ഇത്രയും വലിയ ഒരു മഹാനായ ഒരു സിനിമാ രംഗത്തെ ഒരു അതികായകനായ പ്രതിഭ വളരെ സാധാരണപ്പെട്ട ഒരു ക്യാമറാമാന്റെ മുമ്പ് വരെ പോയിരുന്ന് അവരുടെ പ്രശ്നം കേൾക്കാനും ഈ പോളിസിക്കകത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഷാജിയൻ കരുണിന്റെ ഏറ്റവും ഒരു പ്രത്യേകത. ഇന്നലെ അന്തരിച്ച ഷാജിയൻ കരുണിനെ അനുസ്മരിക്കുകയായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ലോക സിനിമാ വേദിയിൽ മലയാള സിനിമയുടെ അഭിമാനത്തിന്റെ അടയാളമായി നിന്ന ചലച്ചിത്രകാരനാണ് ഷാജിയൻ കരുൺ. മികച്ച സിനിമകളും ഉറച്ച രാഷ്ട്രീയ നിലപാടും ആർജവത്തോടെ അടയാളപ്പെടുത്തിയ സംവിധായകനും ഛായാഗ്രാഹകനുമാണ് നമ്മെ വിട്ടുപിരിയുന്നത്. ഷാജിയൻ കരുൺ മലയാളത്തിന്റെ നവതരംഗ സിനിമയിൽ പ്രതിഭ കൊണ്ട് കയ്യപ്പെട്ട ചലച്ചിത്രകാരൻ, ലോകവേദിയിൽ മലയാള സിനിമയുടെ സ്ഥാനമുറപ്പിച്ച സംവിധായകൻ. പിറവി, സ്വം, വാനപ്രസ്ഥം വിഖ്യാതമായ കാൻ ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 3 മലയാള ചിത്രങ്ങൾ. അപൂർവതയാണിത്. ഏതു സിനിമയ്ക്കും ഏതു സംവിധായകനും. ലോക സിനിമയിൽ ഷാജിയൻ കരുൺ ആരായിരുന്നു എന്ന ചോദ്യത്തിന് നൽകാവുന്ന ഏറ്റവും ലളിതമായ മറുപടിയാണിത്. ആദ്യ ചിത്രമായ പിറവി 70ഓളം അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിച്ചു. 31 പുരസ്കാരങ്ങൾ നേടി. സ്വം കാനിൽ പാംദോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ സാധാരണ കുടുംബത്തിൽ ജനനം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS-ന് ഇടയിൽ മുറിച്ച് നേരെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. 1975 മെഡലോടെ ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ. ജി അരവിന്ദനൊപ്പം ഛായാഗ്രാഹകനായി നവതരംഗ സിനിമയുടെ മുൻനിരയിലേക്ക്. പിന്നീട് KG ജോർജിനും MD വാസുദേവൻ നായർക്കുമൊപ്പം. അടിയന്തരാവസ്ഥയുടെ കെടുതികൾ അസാമാന്യ മികവോടെ അവതരിപ്പിച്ച പിറവിയുടെ സംവിധായകന്റെ ആർജവമുള്ള രാഷ്ട്രീയം കേരളം അതിനു മുമ്പേ കണ്ടതാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ മാനേജരായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി K. കരുണാകരന്റെ ചിത്രമെടുക്കാൻ വിസമ്മതിച്ചതിന് സസ്പെൻഷനിൽ നിന്നത് 3 വർഷമാണ്. ഷാജിയൻ കരുണിന്റെ ഓരോ ചിത്രത്തോടും ചേർത്ത് വെക്കാൻ അന്തർദേശീയ, ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നിരവധി. ഫ്രഞ്ച് സർക്കാരിന്റെ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്, പത്മശ്രീ. ഒടുവിൽ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരവും. പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ സർവാദരം ഇന്ന് മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ ശ്രീ ഷാജി എൻ കരുണിന് സമർപ്പിക്കപ്പെടുകയാണ്. മലയാള സിനിമയെ ലോക സിനിമാ നിലവാരത്തിലേക്ക് ഉയർത്താനായി 1975 സർക്കാർ ഇടപെടൽ ഉറപ്പാക്കിയ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രൂപീകരിക്കാൻ മുന്നിൽ നിന്ന ദീർഘദർശി. 98 രൂപം കൊണ്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. സ്വന്തം സിനിമകൾ കൊണ്ടും ഭാവിയെ മുന്നിൽ കണ്ടും മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് നയിച്ച ചലച്ചിത്രകാരന് നന്ദി, വിട, അന്ത്യാഭിവാദ്യങ്ങൾ. കൾച്ചറൽ ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം പോത്തൻകോട് ഗുണ്ടാ പകയ്ക്കൊടുവിൽ യുവാവിനെ കൊന്ന് കാൽവെട്ടി എറിഞ്ഞ കേസിൽ വിധി ഇന്ന്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്.
ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കി ഒളിവിൽ പോയ മുഖ്യപ്രതി നാരായണദാസിനെ ഇന്ന് നാട്ടിലെത്തിക്കും. ബാംഗ്ലൂരുവിൽ നിന്ന് കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ മുൻകൂർ ജാമ്യം സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, നിരപരാധിയായ ഒരു സ്ത്രീ 70-ലധികം ദിവസം ജയിലിൽ കടന്ന ഒരു കേസാണ്. അതിലാണിപ്പോൾ ഇത്രയും നാൾ ഒളിവിലായിരുന്ന മുഖ്യപ്രതിയെ പിടിച്ചിട്ടുള്ളത്. ഇനി ഈ കേസിൽ എന്തൊക്കെയാണ് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമുള്ളത്? ശ്രീജിത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അയാളിൽ നിന്ന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത് എന്നത് കണ്ടെത്തുക എന്നത് തന്നെയാണ്. ആ ഷീല സണ്ണി പറയുന്നതിൽ പ്രധാന ആവശ്യവും ഇത് തന്നെയാണ്. കാരണം ഇത് ആരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു എന്നതാണ്. ഇയാളിപ്പോൾ അറസ്റ്റിലായിട്ടുള്ള നാരായണദാസ് ഇതിൽ ആരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷെ അതാരാണ് ആ നിർദ്ദേശം നൽകിയത് എന്നതാണ്. ഷീല സണ്ണി പറയുന്നത്, ആരോപിക്കപ്പെടുന്നത് അവരുടെ ബന്ധുക്കളിലേക്ക് തന്നെയാണ് അത്തരം അവരുടെ ആരോപണങ്ങൾ വരുന്നത്. അത്തരം കാര്യങ്ങൾ ശരിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടത് ഇനി ഈ മുഖ്യപ്രതിയായ നാരായണദാസിൽ നിന്നാണ്. ഇതിൽ ഒന്നാം പ്രതിയാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് നാരായണദാസിനെ ഈ കേസിൽ എക്സൈസ് പ്രതിയേർക്കുകയും എക്സൈസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇത് LSD സ്റ്റാമ്പുകൾ അടക്കമുള്ള സ്റ്റാമ്പിന് സമാനമായ വസ്തുക്കളാണ് ഇയാൾ ഇവരുടെ ബാഗിലും സ്കൂട്ടറിനകത്തും വെച്ചിരുന്നത് എന്നതാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിന് തക്ക നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇവരോട് ഇത്ര പകയോടെ പെരുമാറാൻ മാത്രം എന്ത് കാരണങ്ങളാണ് ഇവരുടെ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. വൈകാതെ ഇയാളെ നാട്ടിലെത്തിക്കുന്നതോടെ ഇതിന്റെ ഒരു വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കാസർഗോഡ് ബേക്കലിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പണം തൃക്കണ്ണാട് വെച്ചാണ് പോലീസ് പിടികൂടിയത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു തുക ഇത്തരത്തിൽ കുഴൽപ്പണം എന്ന രീതിയിൽ പിടികൂടുന്നത്. ഏതായാലും കാറിൽ കടത്തുകയായിരുന്ന 1 കോടിയിലധികം രൂപയുമായാണ് ഇപ്പോൾ മേൽപ്പറമ്പ് സ്വദേശി പിടിയിലായിരിക്കുന്നത്. അതായത് രാവിലെ 8:30 മണിയോടെ ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൽ ബേക്കൽ തൃക്കണ്ണാടിന് സമീപത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ പണം പിടികൂടിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP VV മനോജ്, ഇൻസ്പെക്ടർ KP ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വാഹന പരിശോധന നടത്തുകയും ഇത്തരത്തിൽ കുഴൽപ്പണം പിടികൂടുകയും ചെയ്തത്. ഏതായാലും ഈ നോട്ടുകെട്ടുകൾ പൂർണ്ണമായി ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് നടപടികളിലേക്ക് ഇതിന് ശേഷമാണ് കടക്കുക എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെയും ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ നിന്നും കുഴൽപ്പണം പിടികൂടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത്രയും വലിയൊരു തുക ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദർ എന്നയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നതേയുള്ളൂ. ശ്രീജ, ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ഇനി വിഴിഞ്ഞം എന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ മറ്റൊരു പദ്ധതിക്കും ഉണ്ടാകാത്ത അത്ര തടസ്സങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന് നേരിടേണ്ടി വന്നത് എന്ന ചരിത്രം കൂടി ഓർക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയ തർക്കങ്ങളും പ്രാദേശിക പ്രതിഷേധങ്ങളും തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വരെ എതിർപ്പുകൾ ഉണ്ടായി. എല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞം എന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത്. എട്ടാം നൂറ്റാണ്ടിൽ ആയിരാജവംശത്തിന്റെ കാലത്ത് തുടങ്ങുന്നു വിഴിഞ്ഞത്തിന്റെ കഥ. തുറമുഖത്തിന്റെ കരുത്തിൽ ആയിരാജവംശം സമൃദ്ധിയിലേക്ക് കുതിച്ചു. രാജവംശത്തെ തകർക്കാൻ ശത്രുക്കൾ പദ്ധതിയിട്ടു. വിഴിഞ്ഞം തുറമുഖം പിടിച്ചെടുക്കാനായി പിന്നീടുള്ള ശ്രമങ്ങൾ, പിന്നെ നൂറ്റാണ്ടുകളോളം പല യുദ്ധങ്ങൾ. ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും തുറമുഖത്തിനു വേണ്ടി തമ്മിലടിച്ചു. 12-ാം നൂറ്റാണ്ടോടെ വിഴിഞ്ഞം തുറമുഖം ക്ഷയിച്ചു. പിന്നെ പതിയെ പതിയെ ഇല്ലാതായി. ദീർഘദർശിയായ ഭരണാധികാരി ദിവാൻ CP രാമസ്വാമിയുടെ കാലത്താണ് വിഴിഞ്ഞത്തിന്റെ വികസന സ്വപ്നങ്ങളും പുനർജനിച്ചത്. തുറമുഖത്തിനു വേണ്ടി CP സർവേ നടത്തി. ഇതിനിടെ രാജഭരണം മാറി ജനാധിപത്യം നിലയിൽ വന്നു. അതോടെ വിഴിഞ്ഞവും പതിയെ മറവിയിലേക്ക് മുങ്ങാൻ തുടങ്ങി.
ജനാധിപത്യ സർക്കാരുകളുടെയും റഡാറിൽ എന്നും വിഴിഞ്ഞമുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ, തർക്കങ്ങൾ, അനിശ്ചിതത്വങ്ങൾ. കൊച്ചിയുള്ളപ്പോൾ വിഴിഞ്ഞത്തെന്തിന് മറ്റൊരു തുറമുഖമെന്ന മണ്ടൻ ചോദ്യം വരെ. അങ്ങനെ കാരണങ്ങൾ പലതാണ് സ്വപ്ന പദ്ധതിയുടെ തീരം തൊടൽ ഇത്രയും വൈകിയതിന്. 1991 കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞത്തിന് വീണ്ടും ജീവൻ വച്ചു. കരുണാകരൻ മാറി 95 AK ആന്റണി മുഖ്യമന്ത്രിയായി. MV രാഘവനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. പദ്ധതിക്കായി കുമാർ എനർജി കോർപ്പറേഷനുമായി ആന്റണി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. UDF മാറി LDF അധികാരത്തിലെത്തി. നായനാർ സർക്കാരിന്റെ കാലത്തും ചർച്ചകൾക്ക് കുറവുണ്ടായിരുന്നില്ല. പക്ഷേ പദ്ധതി മുന്നോട്ടു പോയില്ല. 2004 ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ തുറമുഖം നിർമ്മിക്കാൻ രൂപരേഖ തയ്യാറാക്കി. അടുത്ത വർഷം ടെൻഡർ വിളിച്ചു. ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യമാണ് ടെൻഡർ നേടിയത്. പ്രതിസന്ധികളുടെ അടുത്ത ഘട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. ചൈനീസ് കമ്പനിക്ക് കേരളത്തിൽ എന്ത് താല്പര്യമെന്ന ചോദ്യങ്ങൾ ഉയർന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കകളും പടർന്നു. VS അച്യുതാനന്ദൻ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. സുരക്ഷാ അനുമതിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രിയെ കണ്ടു. UPA സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന CPM സമ്മർദ്ദം ശക്തമാക്കി. ഒന്നുകിൽ അനുമതി നൽകണം, അല്ലെങ്കിൽ നിഷേധിക്കണം. ഇതായിരുന്നു ആവശ്യം. ഒടുവിൽ സുരക്ഷാ അനുമതി നിഷേധിച്ച് കേന്ദ്രം തീരുമാനമറിയിച്ചു. അവിടെ പുതിയ വഴി തുറന്നു. പുതിയ ടെൻഡറിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു. ടെൻഡറിന് മുന്നോടിയായി വിഴിഞ്ഞത്തിനു വേണ്ടി സർക്കാർ ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. അങ്ങനെ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന ഹൈദരാബാദ് കമ്പനി വിഴിഞ്ഞത്തേക്ക് വന്നു. അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. ടെൻഡറിൽ പങ്കെടുത്ത സൂം ഡെവലപ്പേഴ്സ് ലാൻകോയ്ക്കെതിരെ കോടതിയെ സമീപിച്ചു. നീണ്ട നിയമ പോരാട്ടങ്ങൾ. ഒടുവിൽ നിരാശരായി ലാൻകോ ഗ്രൂപ്പ് കരാറിൽ നിന്ന് പിന്മാറി. വിഴിഞ്ഞം വീണ്ടും അനാഥമാകുന്നു. ഇതിനിടെ 2009 തുറമുഖത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ സർക്കാർ നിയമിച്ചിരുന്നു. ഭൂ ഉടമ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു ഉപദേശം. വെൽസ്പൺ ഗ്രൂപ്പ് ടെൻഡറിൽ യോഗ്യത നേടി. പക്ഷേ അവർക്കും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. എല്ലാം അവസാനിച്ചു എന്ന നിരാശ പടർന്ന കാലം. 2013 വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നു. ഇതോടെ പുതിയ വേഗം കൈവന്നു വിഴിഞ്ഞമെന്ന സ്വപ്നത്തിന്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈകൊടുത്തു. ഡിസംബർ 15 അദാനിയുമായി ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടു. 1000 ദിവസം കൊണ്ട് ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തും. ഇതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. കരാറിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തു. പിന്നെയും അനിശ്ചിതത്വത്തിന്റെ തിരമാലകൾ വിഴിഞ്ഞം തീരത്തെ പൊതിഞ്ഞു. പ്രകൃതിദത്ത തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് പ്രകൃതി തന്നെ തടസ്സമായി. വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റിൽ പുലിമുട്ടുകൾ നശിച്ചു. കല്ലുകൾ കടലെടുത്തു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കരാറിൽ പിണറായി വിജയൻ മാറ്റങ്ങൾ വരുത്തി. വിഴിഞ്ഞം പദ്ധതിക്ക് പുതിയ ഗതിവേഗം. പ്രതിസന്ധികൾ അപ്പോഴും വിഴിഞ്ഞത്തെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. പാറയ്ക്കും ചുണ്ണാമ്പു കല്ലിനുമെല്ലാം ക്ഷാമം നേരിട്ടു. തമിഴ്നാട്ടിൽ നിന്ന് പാറ എത്തിച്ചു. പിന്നാലെ വന്ന കോവിഡ് വ്യാപനം വിഴിഞ്ഞത്തെ വീണ്ടും പിന്നോട്ടടിച്ചു. കോവിഡ് മാറി നിർമ്മാണം തുടങ്ങി. അപ്പോഴേക്കും പ്രദേശവാസികൾ സമരവും തുടങ്ങിയിരുന്നു. തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച് വിഴിഞ്ഞം തീരത്ത് സമരവേലിയേറ്റങ്ങളുടെ കാലമായിരുന്നു. പിന്നീട് മാസങ്ങളോളം സമരക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. സർക്കാർ സമരത്തെ അടിച്ചമർത്തി. പതിയെ തീരം ശാന്തമായി. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. 2024 ജൂലൈ 12 ട്രയൽ റൺ നടത്തി. ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടു. വിഴിഞ്ഞത്ത് അത്യാഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ. തടസ്സങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥകൾ അവിടെയും അവസാനിച്ചില്ല. വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ അത് തങ്ങളെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ട അയൽ സംസ്ഥാനവും അയൽ രാജ്യങ്ങളുമൊക്കെ കഴിയും പോലെ വിഴിഞ്ഞത്തിന് പാരപണിതു. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് നാട്ടിലില്ലാത്ത വ്യവസ്ഥകൾ വച്ച് കേന്ദ്ര സർക്കാരും ബുദ്ധിമുട്ടിച്ചു. തടസ്സങ്ങളെ കീറിമുറിച്ച് വിഴിഞ്ഞമെന്ന കപ്പൽ കുതിക്കുകയാണ്. രാജ്യത്തിനും കേരളത്തിനും അഭിമാനമായി. സമൃദ്ധിയുടെ നല്ല നാളുകൾ സ്വപ്നം കാണാൻ മലയാളിക്ക് കരുത്തായി. വിഴിഞ്ഞത്തു നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18.